നമ്മളിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുട നിയമസഭാ മണ്ഡലത്തിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൊമ്പിടിഞ്ഞാമാക്കൽ എൻ്റെ ഗ്രാമം അടക്കടങ്ങുന്ന മണ്ഡലമാണ്. ബിന്ദു ടീച്ചർ രണ്ടാം തവണ ജനവിധി തേടുകയാണ്. മന്ത്രി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇരിഞ്ഞാലക്കുടക്കാരിയാണ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ അടുത്താണ് വീട്. ഈ നാട് അറിയുന്ന ടീച്ചറുടെ പ്രതീക്ഷകൾ എന്താണ്? എനിക്ക് നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ തവണ 6000-നടുത്ത് വോട്ടുകൾ നൽകിയാണ് ഇരിങ്ങാലക്കുടക്കാർ എന്നെ വിജയിപ്പിച്ചത്. 5 വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനം കൊണ്ട് കൂടുതൽ പേർക്ക് സ്വീകാര്യത വർദ്ധിക്കുന്ന നിലയാണ് കാണാൻ കഴിയുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം അമ്മമാരുടെയൊക്കെ ആശംസകളും അനുഗ്രഹങ്ങളും എന്നോടൊപ്പമുണ്ട്. അപ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ എതിരാളിയായിട്ടുള്ള ആള് കഴിഞ്ഞ തവണ ടീച്ചർ പരാജയപ്പെടുത്തിയ ആളാണ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. അപ്പൊ എതിരാളികൾ അതുപോലെ തന്നെ BJP NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് സന്തോഷാണ്. എങ്ങനെ എതിരാളികളെ എങ്ങനെ കാണുന്നു? ശ്രീ തോമസ് ഉണ്ണിയാടൻ 3 തവണ പരാജയപ്പെടുകയും 3 തവണ വിജയിക്കുകയും ചെയ്ത വ്യക്തിയാണ്. 6 തവണ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടും വീണ്ടും മത്സരരംഗത്ത് 2 പ്രാവശ്യത്തെ തോൽവിക്ക് ശേഷം വീണ്ടും മത്സരരംഗത്ത് അദ്ദേഹം വരുന്നു എന്നുള്ളത് അവരുടെ പാർട്ടിക്കകത്തും ഘടകകക്ഷികൾക്കകത്തും ഒക്കെ തന്നെ അസംതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നില്ല എന്ന പരാതികളും അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ജനസമ്മതിയുള്ള ഒരു ലക്ഷണം നമുക്ക് കാണാനില്ല. അതുകൊണ്ട് നല്ല സാധ്യതയാണ് ഇപ്പോൾ മണ്ഡലത്തിലുള്ളത്. കേരളത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ KM മാണി, ഉമ്മൻചാണ്ടി, ഗൗരിയമ്മയെ പോലുള്ളവർ പതിറ്റാണ്ടുകൾ MLA-മാരായിട്ട് ഇരുന്നിട്ടുണ്ട്. അതെ, ഈ കാലഘട്ടത്തിൽ അത് അത്തരത്തിലുള്ള പ്രവണത നമുക്ക് കാണാൻ സാധിക്കില്ല. CPIM-നെ സംബന്ധിച്ചിടത്തോളം 2 പ്രാവശ്യം MLA ആയവർ മാറി നിൽക്കണം എന്നുള്ളത് പാർട്ടി തീരുമാനമാണ്. ആ നിലയിൽ പുതിയ കാലത്തിന് അനുസൃതമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. 6 തവണ മത്സരിക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമായിട്ട് ഇന്നത്തെ സമൂഹം കരുതുന്നില്ല. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് അജണ്ട ആയിട്ട് വന്നിരിക്കുന്നത്? പ്രധാനമായും വികസനപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. മണ്ഡലത്തിന്റെ സർവ്വതല സ്പർശിയായ വികസനം 5 വർഷക്കാലം കൊണ്ട് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറെക്കാലമായിട്ട് ഈ മണ്ഡലം ആഗ്രഹിക്കുന്ന ഒന്നാണ് ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം. ഇരിങ്ങാലക്കുട മാത്രമാണ് 50 വർഷത്തിലേറെ കാലമായിട്ട് ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന പട്ടണമായിരുന്നത്. സമീപ പ്രദേശങ്ങളിലെ പട്ടണങ്ങളെല്ലാം വികസിക്കുമ്പോഴും ഇരിങ്ങാലക്കുടയ്ക്ക് മാറ്റമുണ്ടായിരുന്നില്ല. ആ മാറ്റമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. 52 കോടി രൂപയ്ക്ക് ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസിപ്പിച്ചത് വലിയ മാറ്റം തന്നെയാണ് ഈ മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ജനറൽ ഹോസ്പിറ്റലിൻ്റെ വികസനം, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളുടെ വളർച്ച, പൊതുവിദ്യാലയങ്ങളുടെ വളർച്ച, ഇതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടംകുളം നവീകരണം, അതുപോലെ 93 കോടി രൂപയുടെ ജുഡീഷ്യൽ കോംപ്ലക്സ്, എണ്ണി പറയാൻ ഒരുപാട് വികസന നേട്ടങ്ങൾ ഈ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഉറപ്പാക്കാനായിട്ടുണ്ട്. ഈ LDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അത് LDF-ഉം CPIM-ഉം എല്ലാം പല ഘടകങ്ങൾ കൂട്ടായി തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. എനിക്ക് ഏകപക്ഷീയമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. കേരളം അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലെക്സുകളാണുള്ളത്. ഒരു PB മെമ്പർ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത. 2 തവണ മുഖ്യമന്ത്രിയായ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പ്രഗത്ഭനായ ഒരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ചിത്രം ഫ്ലക്സുകളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം 10 വർഷക്കാലം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കൃതഹസ്തയോടെ കേരളത്തെ നയിച്ച ഒരു നേതാവാണ്. നമ്മുടെ പ്രതിബന്ധങ്ങളിലെല്ലാം ആത്മവിശ്വാസം ഉലഞ്ഞു പോകാതെ കേരള ജനതയെ താങ്ങി നിർത്തിയ ഒരു നേതാവാണ്. നമ്മുടെ കേരളത്തിന്റെ സമസ്ത മേഖലയിലും വികസനത്തിന്റെ വെളിച്ചം കൊണ്ടുവരാൻ കഠിന പ്രയത്നം നടത്തിയ ഒരു നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രചരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഒരു കാര്യം കൂടി ഉള്ളത്, ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് BJP ഡീല് അല്ലെങ്കിൽ SDPI ഡീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഡീലുകൾ അല്ലെങ്കിൽ അങ്ങനെ ആരോപണങ്ങൾ ഉയരുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ? അങ്ങനെയുള്ള ഡീലുകളെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല. നമുക്ക്
വ്യക്തമായ അറിവില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ വളരെ ഗൂഢമായിട്ട് നടക്കുന്ന ആലോചനകളായിരിക്കാം. പ്രത്യക്ഷത്തിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാതൊരു വിധത്തിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടുകൾക്കും ഒരു കാലത്തും തയ്യാറായിട്ടില്ല. വർഗീയ ശിഥിലീകരണ ശക്തികളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. മതനിരപേക്ഷ കേരളത്തിനു വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. മതേതര സൗഹൃദങ്ങളാണ് കേരളത്തിന്റെ കരുത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒരു കാര്യം കൂടി ഉള്ളത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ സുരേഷ് ഗോപിക്കായിരുന്നു ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കിട്ടിയത്, BJP സ്ഥാനാർത്ഥി. ആ തരത്തിൽ എന്തെങ്കിലും BJPക്ക് ഇൻറോഡ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം വലിയ ഭൂരിപക്ഷമാണ് ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക്. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണല്ലോ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ കാര്യമാണ് പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വേറെയാണ്. ഒന്നാമത് സുരേഷ് ഗോപി സിനിമാ നടൻ എന്ന നിലയിലുള്ള ഗ്ലാമർ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. വോട്ട് ചേർക്കുന്നതിലും മറ്റും ഒരുപാട് പ്രശ്നങ്ങൾ BJP ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമായ നിലയിൽ തെളിഞ്ഞതാണ്. അതുമാത്രമല്ല, പല തരത്തിലുള്ള ഗിമിക്കുകൾ, സോഷ്യൽ മീഡിയയിലൂടെ പെയ്ഡായിട്ടുള്ള പ്രൊമോഷൻസ് ഇതെല്ലാം നടത്തിയാണ് സുരേഷ് ഗോപി ഒരു വിജയം ഇവിടെ ഉറപ്പിച്ചത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം അന്തസാര ശൂന്യമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.